പത്തനംതിട്ട ചെങ്ങറ എസ്റ്റേറ്റിൽ തൊഴിലാളി ലയത്തിന് സമീപം കാട്ടാനകൾ ഇറങ്ങി മതിൽ ഇടിച്ച് തകർത്തു. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ഒരു സൗണ്ട് കേട്ടോണ്ട് ഞങ്ങൾ ഇതുപോലെ വെളിയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരു രണ്ടാന കുറച്ച് ദൂരെ നിന്ന് ഇങ്ങനെ നടന്നു വരുന്നതായിട്ട് ഞങ്ങൾ കണ്ടു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വെളിയിൽ അവിടെയുള്ള പരിസരവാസികൾ 3-4 പേരുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്ന സമയത്ത് ഇത് ഞങ്ങളെ കണ്ടതും അലറിക്കൊണ്ട് ഒരൊറ്റ വരവായിരുന്നു ഞങ്ങളുടെ നേരെ. ഇത് നേരെ വന്ന് വണ്ടി മൂടാൻ വേണ്ടി ഇട്ടേക്കുന്ന ടാർപ്പ കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ ടാർപ്പ അടിച്ച് കളഞ്ഞ് ഒരു കൊച്ച് എൻ്റെ തൊട്ടയലൊക്കത്തുള്ളൊരു കൊച്ച് അവിടെ വീഴുകയും ചെയ്തു. ഭാഗ്യത്തിന് അതിനെ വലിച്ചെടുത്ത് ഞങ്ങൾ അകത്തം കയറ്റി. പെട്ടെന്ന് ഞങ്ങളെല്ലാവരും കൂടെ അകത്ത് കയറി കയ്യാലെല്ലാം കൂടി ഇടിച്ച് പിന്നെ നേരെ അതിലൂടെ ആറ്റിലോട്ട് ചാടുമായിരുന്നു. നിരന്തരമായിട്ടുള്ളൊരു ശല്യമായിപ്പോൾ പല പ്രാവശ്യം ഇങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കാണെങ്കിൽ ഇപ്പം വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോൾ. ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീത്തെ, ഈ നാട്ടുകാരൻ തന്നെ പറയുന്നത് ഇത് പലപ്പോഴും ഉള്ള ശല്യമാണ് ഈ കാട്ടാനകൾ ഉണ്ടാക്കുന്നത് എന്നാണ്. വനംവകുപ്പ് അധികൃതർ എന്താണ് പറയുന്നത്? അധികൃതർ ഇക്കാര്യത്തെ കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. ഇത് വനാതിർത്തിയോടുകൂടി ചേർന്ന പ്രദേശം തന്നെയാണ്, അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ വനം വകുപ്പ് ഇത്തരത്തിൽ ഈ വനാതിർത്തി കടന്നു വരുന്ന കാട്ടാനകളെ തുരത്താൻ വേണ്ടി യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഇതിന് തൊട്ടപ്പുറത്തെ കല്ലേലി എസ്റ്റേറ്റിലും സമാനമായ രീതിയിൽ കാട്ടാനകൾ തമ്പടിച്ചിരിക്കുകയാണ്. അവിടെ 7-അംഗ സംഘമാണ് തമ്പടിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ 2 ആനകളാണ്. ഇത് സ്ഥിരമായി ഇങ്ങനെ ഈ എസ്റ്റേറ്റിലേക്ക്, ചെങ്ങറ എസ്റ്റേറ്റിലേക്ക് കടന്നു കയറി അവിടുത്തെ കൈതച്ചക്കയും മറ്റും പറിച്ച് തിന്ന് കാട്ടിലേക്ക് പോവുകയാണ്. ഇത് സ്ഥിരമായി നാട്ടുകാർക്ക് ചില സമയങ്ങളിൽ പുറത്തിറങ്ങാൻ പോലും കഴിയാത്തൊരവസ്ഥ. ഇന്നത്തെ അവസ്ഥ ഷാജഹാൻ, അതാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തിന്റെ ലയത്തിന് സമീപമാണ് എത്തിയത്. പുറത്തിറങ്ങിയപ്പോൾ കുട്ടികളടക്കമുള്ള ആളുകൾ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവസാനം വലിച്ചു കൊണ്ടുപോയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ജീവന് തന്നെ എന്തെങ്കിലും സംഭവിച്ചേനെ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും വീടിന് സമീപത്തെ മതിൽ ഇടിച്ചു നിരത്തിയിട്ടുണ്ട്. കാട്ടാനകൾ ഇപ്പോൾ കാട്ടിലേക്ക് കയറി പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ വാർത്ത കണ്ടിട്ടാണെങ്കിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വരുമല്ലോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. വനംവകുപ്പിനെ കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് നാട്ടുകാർ പറയുന്നു. എന്തായാലും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമുണ്ട്. വനംവകുപ്പ് അധികൃതരാകട്ടെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കാര്യമായി ഇടപെടുന്നുമില്ല. ശ്രീകുമാരനാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.